വടക്കാഞ്ചേരി ബ്ലോക്കിൽ ചില സംഭവങ്ങൾ നടന്നു കേട്ടു. എന്താണെന്നറിയൂ? വടക്കാഞ്ചേരി ബ്ലോക്കിൽ വോട്ടിന് CPM അരക്കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന ശബ്ദരേഖ പുറത്ത്. ജാഫർ UDF-ന് ഒപ്പമായിരുന്നുവെങ്കിലും കഴിഞ്ഞയാഴ്ച നടന്ന ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയതോടെ അധ്യക്ഷ സ്ഥാനം LDF-ന് ലഭിച്ചു. ഇതിന് തൊട്ടുപിന്നാലെയാണ് അരക്കോടി രൂപ 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തെന്ന ജാഫറിന്റെ ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടത്. തെളിവ് സഹിതം അനിലക്കര DGP-ക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതി വിജിലൻസ് അന്വേഷിക്കും. ആ ശബ്ദരേഖ നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം. ജാഫർ പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. കോൺഗ്രസ് നേതാവിനോടാണ് ജാഫർ പറയുന്നത്. എന്താണെന്ന് കേൾക്കും. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയോ? ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. വോട്ടെടുപ്പ് ദിനം ടിസ്റ്റ് നടക്കുമെന്ന് ജാഫർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫയോട് പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ടെസ്റ്റുകൾ ഒരുപാട് നടക്കും മുസ്തഫ. നാളെ എന്താ ടെസ്റ്റുകൾ നടക്കും. ഇതാണ് ജാഫർ പറഞ്ഞത്. ജാഫർ പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനോടാണ്, മുസ്തഫയോടാണ്. ജാഫറിൽ നിന്ന് ചതി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മുസ്തഫ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 7 ബ്ലോക്ക് മെമ്പറുമായി ഒരുമിച്ചിരുന്ന് രാത്രി 8 മണിക്കാണ് ഷാനവാസ് ജാഫറിനെ വീട്ടിലേക്കാക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിൻ്റെ അന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അത്രയും ഒരു ബന്ധം നിർത്തി പോകുമ്പോൾ ഇങ്ങനെ ഒരു ചതി അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതറിയാം, ആ വോട്ട് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം, CPM-ന്റെ ബ്ലോക്ക് മെമ്പർക്ക് കയ്യൊക്കെ കൊടുത്ത് വരുന്ന ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് അതായത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ അത് അങ്ങനെയല്ല എന്ന് ഇനി CPM-കാർ തെളിയിക്കണം. അതല്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ആ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധി എഴുതും. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ ജാഫർ മാസ്റ്റർ മുസ്തഫയോട് നടത്തിയിരിക്കുന്നത്. ജെയ്സൺ ചമോളപ്പിലുണ്ട്. ജെയ്സൺ ചമോളപ്പിൽ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. വളരെ ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണത്. ആ ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നു, എൻ്റെ ലൈഫ് സെറ്റിലാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി. എന്തായാലും ഒരു ട്വിസ്റ്റ് നടക്കുമെന്ന് ജാഫർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ജാഫർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി. CPM-ന്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും അദ്ദേഹം വന്നില്ല, വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി അതും CPM-ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ചുരുക്കത്തിൽ ഈ കോഴ വാർത്ത ശരിയാണോ ജെയ്സൺ? എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടാവുമോ, അതോ തമാശയ്ക്ക് പറഞ്ഞതാണോ ഈ ജാഫർ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ സെറ്റിലാവാൻ ശ്രമിക്കുന്നത് ഒരു കുറ്റമല്ല. പക്ഷേ അത് ജാഫർ എന്ന മനുഷ്യൻ സ്വയം തൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി പണം വാങ്ങും എന്ന് പറയുന്ന ഒരു ഓഡിയോ ആണ് പുറത്തു വന്നത്. പക്ഷേ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു ജനപ്രതിനിധി ആ സ്ഥാനം ഉപയോഗിച്ച് സ്വന്തം ജീവിതം സെറ്റിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് വിഷയമായിരിക്കുന്നത്, അത് ആരോപണമായിരിക്കും. മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഈ ഓഡിയോയൊക്കെ നമുക്ക് ലഭിച്ചത്. പക്ഷേ ഈ ഓഡിയോയുടെ വസ്തുത, അതായത് സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ വിജിലൻസിലേക്ക് അനിലക്കര പരാതിയുമായി പോയി പെട്ടെന്ന് തന്നെ വിജിലൻസിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചു. ഇനി ഈ കഥയിലേക്ക് വന്നാൽ സ്വാഭാവികമായും വടക്കാഞ്ചേരി ബ്ലോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ LDF-ന്റെ ഒരു കുത്തക സ്ഥലമായിരുന്നു. 11 വാർഡും LDF-ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 7 എന്ന നിലയിലേക്ക് എത്തുന്നു. അതിൽ ഒരാൾ UDF-ന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജാഫറാണ്.
ഇതിൽ ഇപ്പോൾ കഥാപാത്രമായി രംഗത്ത് വന്നിരിക്കുന്നത്. തലേ ദിവസം തന്നെ ജാഫർ കോൺഗ്രസിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, ആ ട്വിസ്റ്റ് ഇത്രയേറെ അപകടമുണ്ടാക്കുമെന്ന് ഒരു പക്ഷേ ജാഫർ പോലും വിചാരിച്ചു കാണില്ല. അതുകൊണ്ടാണ് LDFിലെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു, പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നു, പക്ഷേ പിന്നീട് ജാഫറിന് രാജിവെക്കേണ്ടി വരുന്നു. ഇപ്പോൾ ആ വാർഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അതാണ് പറഞ്ഞത്, ജാഫറിന്റെ മോഹം നടക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു, വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. പെട്ടി വിവാദം എന്ന് പറഞ്ഞ് CPM വലിയ രീതിയിൽ പരാതിയും മറ്റു വിവാദങ്ങളും കോർപ്പറേഷനിൽ